5 പതിറ്റാണ്ട് പിറകിലേക്ക് സഞ്ചരിക്കാം. വലിയോറയുടെ ഹരിതാപഭൂമി, കളങ്കമില്ലാത്ത ഗ്രാമീണ കാഴ്ചകൾ, അറിവിനെയും അറിവാളരെയും നെഞ്ചേറ്റിയ നാട്ടുവഴികൾ. ഒരു വൈജ്ഞാനിക കേന്ദ്രത്തിന്റെ അഭാവം നിഴലിട്ടുന്ന ഊഷരതയിലേക്കാണ് പ്രമുഖ പണ്ഡിതനും ദിഷണാശാലിയുമായ ഷെയ്ഖുൽ മആരിഫ് OKM ബാപ്പു മുസ്ലിയാർ നടന്നു കയറിയത്. 1975 പുത്തനങ്ങാടി ജുമാ മസ്ജിദിൽ ചുരുക്കം വിദ്യാർത്ഥികളുമായി ആരംഭിച്ച ശരീഅത്ത് കോളേജ് 2 വർഷങ്ങൾക്ക് ശേഷം ചെറിയ കെട്ടിടത്തിലേക്ക് മാറിയതോടെ 20-ാം നൂറ്റാണ്ടിന്റെ കേരളീയ ചരിത്രത്തിൽ പുതിയ താളുകൂടെ എഴുതിച്ചേർക്കുകയാണ് ഉണ്ടായത്. 1985 മുതൽ സൈനി ബിരുദം നേടി കർമ്മസബരിയിലേക്കിറങ്ങിയ സൈനി പണ്ഡിതന്മാർ ലോകത്തിന്റെ വ്യത്യസ്ത ദേശങ്ങളിൽ മതമൗതിക വൈജ്ഞാനിക സാമൂഹിക രംഗങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നത് ചാരിതാർത്ഥ്യത്തിന്റെ സാക്ഷ്യമാണ്. കേവലം ശരീഅത്ത് കോളേജ് മാത്രമായി നാന്ദി കുറിച്ച ഈ കലാശാല കാലഘട്ടങ്ങൾ പിന്നിട്ടപ്പോൾ ദഅ്വ കോളേജ്, ഹിഫ്ലുൽ ഖുർആൻ കോളേജ്, ഉറുദു സ്റ്റുഡൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെ വികാസം പ്രാപിച്ചതും ചരിത്രം. ഇന്ന് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ വരെ പ്രവർത്തനത്തിന്റെ വേരുകളുള്ള മഹാവൃക്ഷമായി ജാമിയ ദാറുൽ മആരിഫ് മാറിയത് പണ്ഡിത മഹത്തുക്കളുടെയും ദീനീ സ്നേഹികളുടെയും നിസ്വാർത്ഥ സേവനങ്ങളുടെ ഫലമാണ് എന്നത് അതിശയോക്തികൾക്കിടയില്ലാത്ത സത്യം. OKM ബാപ്പു ഉസ്താദ്, OK ബാവ ഉസ്താദ്, തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ തുടങ്ങിയ മഹാമനീഷികൾ തിരിതെളിച്ച ഈ മഹാവിളക്ക് ഇന്നും ആയിരങ്ങളിൽ ധാർമ്മിക വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്ര അനുസ്യൂതം തുടരട്ടെ എന്ന് നാഥനോട് പ്രാർത്ഥിക്കാം.